എന്നോട് പല ആളുകളും ചോദിക്കുന്ന ചോദ്യം, ഹെൽമെറ്റ് ഇട്ട് വണ്ടി റൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് മൈക്കിൽ ഫിക്സ് ചെയ്ത് വെക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഹെൽമെറ്റ് ഇട്ട് സംസാരിക്കുന്നത്, വേറെ ഒന്നും കൊണ്ടല്ല. പിന്നെ രണ്ടാമത് പോകുന്ന സമയത്ത് വേറെ രണ്ടാമത് ഇൻസ്റ്റാൾ ചെയ്യാൻ ബുദ്ധിമുട്ടാണ്, അതുകൊണ്ടാണ്. ഓക്കെ, അപ്പൊ എന്നോട് എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ഏറ്റവും കുറഞ്ഞ വിലക്ക് സാധാരണക്കാർക്ക് എടുക്കാൻ പറ്റിയ വണ്ടി, ബുള്ളറ്റ് എന്ന് പറഞ്ഞ സ്വപ്നം കണ്ട് നടക്കുന്ന ആളുകൾ കുറഞ്ഞ വിലക്ക് എടുക്കാൻ പറ്റിയ വണ്ടി ഏതാന്നുള്ളത്. അപ്പം ഞാൻ കാണിക്കുന്നത്, ഇത് കുറഞ്ഞ വിലക്ക് കിട്ടുമോ ഇല്ലയോ എന്ന് എന്നോട് ചോദിക്കരുത്. ഇനിയിപ്പോ ഇത് കണ്ടുകേട്ട ആളുകൾ വെറുതെ മാർക്കറ്റ് കൂട്ടും. ഇന്ന് ഞാൻ പറഞ്ഞല്ലോ 1:10 ഈ വേറൊരു കാര്യം പറയാം. ഇപ്പൊ ജസ്റ്റ് ഒരു അരമണിക്കൂർ പിന്നെ ഒരു കസ്റ്റമറിന്റെ അടുത്ത് വന്ന് വണ്ടി ചെക്ക് ചെയ്യണമെന്ന് പറഞ്ഞു. 2019 വണ്ടി, സ്റ്റാൻഡേർഡ് വണ്ടി, 1:20 കസ്റ്റമർ പറഞ്ഞ്. 1:20 പിന്നെ ഡീലർ 1:20 പറഞ്ഞു. അപ്പൊ ചെയിൻ സോക്കറ്റ് പോയിട്ടുണ്ട്, ABS മോഡുലേറ്റർ ഒക്കെ കംപ്ലൈന്റ് ആയ വണ്ടി. ഓ, ഇതൊക്കെ കുറച്ചെന്ന് ചോദിച്ചാൽ അവർ പറഞ്ഞില്ല, 1:20 ചോദിച്ചാൽ 1:10 പറഞ്ഞു. അതാണ് ഇപ്പോഴത്തെ അവസ്ഥ. എനിക്കൊന്നും പറയാനില്ല, കാരണം ഒന്നിന്റെ ചോടെ 90 കൊടുക്കേണ്ട വണ്ടി, 90-95 രൂപ കൊടുക്കേണ്ട വണ്ടി 1:10 കൊടുത്ത് വിറ്റ് കാശാക്കുന്നത്. അതന്നെ ചെയിൻ സോക്കറ്റ് ഇല്ല, ABS ഇല്ല, മോഡുലേറ്റർ ഇല്ല, ഒന്നും ഇല്ലാത്തൊരു വണ്ടി കേട്ടോ. അല്ലൊരാ കാര്യം ശ്രദ്ധിക്കാം. അപ്പൊ ഈ ഒരു വണ്ടി 2011 വണ്ടിയാണത്. ഇപ്പൊ സ്റ്റാൻഡേർഡ് വണ്ടി. അതുപോലെ ലുക്ക് നോക്കുക, വൃത്തി നോക്കുക, ഒരു വൃത്തിയില്ല വണ്ടി. വേറെ സൈലൻസറാണ് ഒടിഞ്ഞു നോക്കുന്നത്, പഞ്ചാബ് ലോങ് ടേം പഞ്ചാബാണ് പിന്നെ സൈലൻസർ ഉള്ളത്. പിന്നെ വാട്ടർ സർവീസ് ഒന്നും ചെയ്യാത്തത് കൊണ്ട് ആവറേജ് അത്യാവശ്യം വൃത്തിയുണ്ട്. എന്നാലും അങ്ങനെ ഉപയോഗിക്കുന്ന ഒരു വണ്ടിയാണ്, വല്ലാതെ കെയറിംഗ് ഒന്നും കൊടുക്കാതുള്ള ഒരു വണ്ടിയാണ്. ഓയിൽ ചേഞ്ച് മാത്രം ചെയ്യാറുണ്ട്, അത്യാവശ്യം എവിടെയെങ്കിലും കുടുങ്ങി കഴിഞ്ഞാൽ നമുക്ക് നോക്കാറുണ്ട് എന്നല്ലാതെ. എൻ്റെ അടുത്ത് വരാറുണ്ട് വണ്ടി, അല്ലാതെ പുള്ളിക്കാരൻ വല്ലാതെ വണ്ടീനെ ഒരു കെയർ ചെയ്ത് കൊണ്ടെടുക്കുന്ന ആളൊന്നുമല്ല. വണ്ടി ഓടുന്നുണ്ട്. അപ്പൊ റോയൽ എൻഫീൽഡ് എങ്ങനെ ഓടും അത് മനസ്സിലാക്കുക. പിന്നെ എഞ്ചിൻ ഓയിൽ, ചെയിൻ സോക്കറ്റ് ഒക്കെ നോക്കുക. ചെയിൻ സോക്കറ്റ് ഫുള്ള് ഡ്രൈ ആണ്, ഓയിൽ വരെ കൊടുക്കുന്നില്ല. എന്നാൽ ഞാൻ ഈ വണ്ടി ഒന്ന് ഓടിച്ചിട്ട് ഞാൻ കാണിച്ചു തരാം, പറയാൻ ബാക്കിയുള്ള കാര്യം കേട്ടോ. സൗണ്ട് കേൾക്കണമെന്ന് അറിയില്ല, ലോങ് പഞ്ചാബാണ് സൈലൻസർ വെച്ചതുകൊണ്ട് നല്ല പഞ്ചാണ് വണ്ടിക്ക് കേട്ടോ. അപ്പൊ എൻ്റെ അടുത്തേക്ക് വയറിങ്ങിന്റെ ഇഷ്യൂ ആയിട്ട് സ്റ്റാർട്ടിങ് കംപ്ലൈന്റ് ആയിട്ടാണ് വണ്ടി വന്നത്. ഒറ്റ മിനിറ്റ്. ഞാന് വണ്ടിയിൽ പെട്രോൾ ഉണ്ടോ നോക്കിയതാട്ടോ. കാരണം വണ്ടി ജസ്റ്റ് ഒന്ന് ഓടിച്ചിട്ട് വണ്ടി റെഡി കംപ്ലൈന്റ് ആയിട്ട് കംപ്ലൈന്റ് തീർക്കലോ ഓടിച്ച് നോക്കലോ എനിക്ക് വീഡിയോ എടുക്കലാവും. ചില വണ്ടികളൊക്കെ പെട്രോൾ ഇല്ലാതെ വണ്ടി കൊണ്ടുവരും. വർഷോപ്പേര് പെട്രോൾ കൊണ്ട് ഊറ്റി കുടിക്കുന്ന, വൈകി ഊറ്റി എടുക്കുന്ന സ്വഭാവക്കാര് പഴയവര് പ്രായം അങ്ങനെ ആയിരുന്നു. ഇപ്പൊ അങ്ങനെ ഉണ്ടോന്ന് എനിക്കറിയില്ല. നമ്മളെ അങ്ങനത്തെ പണിക്ക് നിൽക്കില്ല. അപ്പം പെട്രോൾ കുടുങ്ങിയിട്ട് ഒരുപാട് കുടുങ്ങിയ തള്ളിക്കൊള്ളുന്ന വണ്ടികളൊക്കെ ഉണ്ട് ഓടിക്കുക. ഞാൻ ചിലപ്പോൾ വണ്ടി നോക്കൂല, വണ്ടി നോക്കാതെ എടുത്ത് പോകും. അപ്പൊ പെട്രോൾ വഴി കൊടുക്കും. പിന്നെ ഫോണൊരു എടുത്തിട്ടുണ്ടാവില്ല തിരിച്ചു വരാൻ, അങ്ങനെ അവസ്ഥ ഒക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് നോക്കിയത്. ഇപ്പൊ ഈ 2011 അത് സ്റ്റാൻഡേർഡ് വണ്ടിയാണ്. അപ്പൊ സ്റ്റാൻഡേർഡ് വണ്ടിക്ക് ഒരു പ്രത്യേകത, അത് ഞാൻ പറഞ്ഞു മൈനസ് തന്നെ സെൽഫ് സ്റ്റാർട്ട് ഇല്ല എന്നുള്ളതാണ്. അപ്പൊ അത് പ്രശ്നമില്ലാത്ത ചെറുപ്പക്കാർക്ക് ചവിട്ടി സ്റ്റാർട്ടാക്കാൻ കഴിയുന്ന നല്ല ആരോഗ്യമുള്ളവർക്കൊന്നും ഒരു വിഷയമില്ല സ്റ്റാൻഡേർഡ് വണ്ടി. അപ്പൊ കാലിന് പെയിനും വേദനയൊക്കെ വരാൻ സാധ്യതയുള്ളവരും ലെഗ്മെന്റിന് പ്രശ്നങ്ങളുള്ളവരൊക്കെ ഒന്ന് സ്റ്റാൻഡേർഡ് വിട്ടത് നന്നായിരിക്കും. സെൽഫ് സ്റ്റാർട്ട് ആഡ് ചെയ്യാം. ഈ വണ്ടിയൊക്കെ സെൽഫ് സ്റ്റാർട്ട് ഈസി ആയിട്ട് ആഡ് ചെയ്യാൻ പറ്റില്ല പൈസ ഉണ്ടെങ്കിൽ. അപ്പൊ ഞാൻ പറയുന്നത്, ബ്രേക്കും ഡിസ്ക് ബ്രേക്ക് ആക്കല് യാതൊരു നിർബന്ധമില്ല. അത്യാവശ്യം ക്യാമിന്റെ വെറുതെ വലിയ പൈസ ഒക്കെ മുടക്കിയിട്ട് ഡിസ്ക് ബ്രേക്ക് ആക്കണം എന്നുള്ള ആവശ്യക്കാര് ആക്കാവുന്നില്ല. അതില്ലെങ്കിൽ വണ്ടി ഓടും. ഇത്രയും കാലം ഈ വണ്ടി ഇപ്പൊ 2011 വണ്ടി ഇത്രയും കാലം ഓടിയ ഡിസ്ക് ബ്രേക്ക് ഉണ്ടായിട്ടൊന്നുമല്ല. ബ്രേക്കിംഗ് അത്യാവശ്യം ഹൈ സ്പീഡ് പെർഫോമൻസിന് ഉപയോഗിക്കുന്ന വണ്ടി ഒന്നുമല്ല ഇത്. സാധാരണ ഒരു 60-70 സ്പീഡിലൊക്കെ ഉപയോഗിക്കാനേ ബുള്ളറ്റ് പിന്നെ പറ്റുള്ളൂ. ഒരു ക്രൂസ് ചെയ്യാൻ ഒരു 70 മാക്സിമം 80 കിലോമീറ്റർ സ്പീഡിലൊക്കെ ബുള്ളറ്റ് ക്രൂസ് ചെയ്യാനേ പറ്റുള്ളൂ. അപ്പൊ ആ രീതിയിലൊക്കെ ബ്രേക്ക് പിടിച്ചിട്ട് അതിന്റെ ഡ്രം ബ്രേക്കിന്റെ ധാരാളമാണ്. അത് കറക്റ്റ് സർവീസ് ചെയ്ത് കൊണ്ടുനടക്കണം മാത്രം കേട്ടോ. അപ്പൊ അതിന് വെറുതെ ഒരു ഡിസ്പ്ലേക്ക് എന്ന ഒരു രീതിയിൽ വലിയൊരു പൈസ മുടക്കി എനിക്ക് ഡിസ്പ്ലേക്ക് വേണം എന്നുള്ളത് പിന്നെ ആഗ്രഹത്തിന്റെ മുകളിൽ ചെയ്യുന്നതിന് കുഴപ്പമില്ല. അത് പിന്നെ അതിലില്ലാതെ വണ്ടി നിർത്താൻ കഴിയില്ലാന്ന് കാരണമൊന്നും വേണ്ട. അത്യാവശ്യം കുഴപ്പമില്ലാതെ വണ്ടി പിടിച്ച് ബ്രേക്ക് 2 ബോത്ത് ബ്രേക്കും നമ്മൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ വണ്ടി ബ്രേക്ക് വലിയ ഡ്രം ആയതുകൊണ്ട് തന്നെ ബ്രേക്ക് നോക്കൂടെ, യാതൊരു സംശയമില്ല.
പിന്നെ ഡിസ്ക് ബ്രേക്കിന്റെ മാതിരി ഇടയ്ക്കിടയ്ക്ക് റോട്ടർ ബെൻഡ് ആവുക, പിന്നെ ബ്രേക്കിന്റെ അയച്ച് ക്ലീൻ ചെയ്യുക, അങ്ങനത്തെ ആ ഒരു വിഷയങ്ങളൊന്നും ഡ്രം ബ്രേക്കിന് ഇടയ്ക്കിടയ്ക്ക് വരുമെങ്കിലും മെയിൻ്റെനൻസ് വൈസ് ഒക്കെ നോക്കുകയാണെങ്കിൽ ഡ്രം ബ്രേക്ക് കുറച്ച് കുറവാണെന്ന് എനിക്ക് തോന്നുന്നു. ഡിസ്ക് ബ്രേക്ക് കുറെ കഴിയുന്ന സമയത്ത് കാലിബർ മാറ്റേണ്ടി വരും, അത് മാറ്റേണ്ടി വരും, ചിലപ്പോൾ MC കിറ്റ് ഇടയ്ക്കിടയ്ക്ക് പോകും, അങ്ങനത്തെ പ്രശ്നങ്ങളുണ്ട്. അതിന് ഈ ഡ്രം ബ്രേക്ക് ആകുമ്പോൾ നല്ല സർവീസ് ചെയ്ത് കൊണ്ടെടുക്കും, നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യാന്നുണ്ടെങ്കിൽ അത്യാവശ്യം ഒരു ബ്രേക്ക് ഷൂ ഒക്കെ 10,000-15,000 മുകളിൽ 12,000-17,000 കിലോമീറ്റർ വരെ പോകുന്ന ബ്രേക്ക് ഷൂ ഒക്കെ ഉണ്ടായിട്ട് നമ്മള് ബ്രേക്ക് ഷൂ അല്ല 15,000-20,000 മാറ്റി കൊടുക്കുന്ന ബ്രേക്ക് ഷൂ ഒക്കെ ഉണ്ട്. അപ്പം ഏത് ബ്രേക്കും നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ ബുള്ളറ്റിന്റെ ബ്രേക്ക് പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക. 2 ബ്രേക്ക് ഒന്നിച്ച് തന്നെ പിടിക്കാൻ നോക്കുക. വെയിറ്റ് ഉള്ള വണ്ടിയാണ്. അപ്പൊ നമ്മൾ ഒരു ബ്രേക്ക് മാത്രം അപ്ലൈ ചെയ്ത് ശീലിക്കും, ആ ബ്രേക്കിന് പെട്ടെന്ന് തന്നെ തേയ്മാനം വരും. അതിന് ആ പകുതി ലൈഫ് കൂടെ കിട്ടൂല. കാരണം രണ്ടും കൂടെ രണ്ടാളെടുക്കേണ്ട മണിയറെടുക്കും, അതിന്റെ തേയ്മാനങ്ങൾ അതുണ്ടാവും. മാത്രമല്ല ബാക്കിൽ സ്റ്റെബിലിറ്റി, വണ്ടി പെട്ടെന്ന് ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് വണ്ടിയുടെ കൺട്രോൾ നഷ്ടപ്പെടാൻ വരെ കാരണമാവും. 2 ബ്രേക്ക് ഒന്നിച്ച് പിടിച്ചായിട്ട് ശീലാകുന്നതാണെങ്കിൽ ആ ബ്രേക്കിന് നല്ല ലൈഫ് കിട്ടും. മാത്രമല്ല ഫ്രണ്ട് ബ്രേക്ക്, ഡ്രം ബ്രേക്ക് ഇടയ്ക്കിടയ്ക്ക് മാത്രം പിടിക്കുന്ന ആള് ജാം ആവാനും എപ്പോഴും വർക്ക് ചെയ്യുമ്പോൾ കുഴപ്പമൊന്നുമില്ല. ഇടയ്ക്ക് ആവശ്യത്തിന് പിടിക്കാത്ത ജാമായി വണ്ടി ഓടും, നമ്മളത് അറിയില്ല. അങ്ങനെ മൈലേജ് നല്ല രീതിയിൽ മാറ്റം വരും, വണ്ടിക്ക് പിക്കപ്പ് ഇല്ല, പിന്നെ വലിയില്ല എന്നൊക്കെ പറഞ്ഞു വരുന്ന വണ്ടികൾ ആദ്യം ഫ്രണ്ടിലെ ബ്രേക്കിന്റെ ജാമിങ് നോക്കാം കേട്ടോ. അപ്പൊ അതെല്ലാം നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പൊ വില കുറഞ്ഞ വണ്ടി, അപ്പൊ നമ്മൾ 2011-12 വണ്ടികൾ, BS3 വണ്ടികൾ, ഇതൊക്കെ BS3 കാറ്റഗറി വണ്ടികൾ. BS3 വണ്ടികൾ പഴയ വണ്ടി, ചുരുക്കി പറഞ്ഞ ആദ്യം വന്ന UCയിൽ വന്ന ഫസ്റ്റ് കാറ്റഗറിയിൽ ഫസ്റ്റ് വന്ന ആ ഒരു ടൈമിൽ വന്ന വണ്ടികൾ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള വണ്ടിയായിരുന്നു. പിന്നെ ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ ഇപ്പോഴും നല്ല രീതിയിൽ വലിയൊരു പ്രശ്നങ്ങളും ഇല്ലാതെ ചവറ് പോലെ അടിച്ച് ഓടാത്ത വണ്ടികളാണ്. അപ്പൊ ചില വണ്ടികൾ ഫസ്റ്റ് ഒക്കെ എടുത്തിട്ട് പഴയ കാലങ്ങളിൽ സ്വഭാവമായിരുന്നു റൈഡ് പോകാനുണ്ട്, ഫുൾ റൈഡ് പോകാനായിട്ട് ബുള്ളറ്റ് എടുക്കുന്ന ആളുകളുണ്ട്. അപ്പൊ റൈഡ് പോകാനായിട്ട് ബുള്ളറ്റ് എടുത്തിട്ട് ആ ഒരു സമയത്ത് ബ്രേക്കിംഗ് ടൈം ഒന്നും നോക്കാതെ 500 കിലോമീറ്റർ 1000 കിലോമീറ്റർ 50ന്റെ മുകളിൽ പോകരുത് എന്നുള്ള ഒരു തുള്ളൊന്നും ശ്രദ്ധിക്കാതെ 50-60ന്റെ മുകളിൽ പോകാതെ പതുക്കെ ഓടിച്ച് വണ്ടിന്റെ എഞ്ചിന് സെറ്റ് ആക്കുന്നതിന് പകരം ഹൈവേ എത്തിക്കാൻ 100-150 100% ഒക്കെ പോവുക. ഇങ്ങനത്തെ വണ്ടികളാണ് പെട്ടെന്ന് എഞ്ചിൻ വീക്കായിട്ട് വരുന്നത്. ആ പുതിയ വണ്ടി എടുക്കുമ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക കേട്ടോ. ഈ ഒരു ബ്രേക്കിംഗ് ടൈം എന്നുള്ള ഒരു ഫസ്റ്റിൽ ഒരു 500-1000 കിലോമീറ്റർ നല്ല മിതുവായിട്ട് വണ്ടിയെ നടത്തിച്ച് പഠിപ്പിച്ച് കഴിഞ്ഞ് അങ്ങനത്തെ സ്പീഡ് ഓടിച്ചാലും പെട്ടെന്നൊന്നും അതിന്റെ എഞ്ചിന്റെ പിന്നെ കംപ്ലൈന്റ് ആവില്ല കേട്ടോ. ക്രാങ്കിന്റെ കംപ്ലൈന്റ് ഒന്നും വരില്ല. അങ്ങനത്തെ വണ്ടികളാണ് കൂടുതൽ 15,000-20,000 കിലോമീറ്ററിലൊക്കെ നമ്മൾ ക്രാങ്കിന്റെ സൗണ്ട് വന്നിട്ട് എഞ്ചിൻ മാറ്റേണ്ടി വരുന്നത്. എപ്പോഴും ഹൈ സ്പീഡിൽ പിന്നെ ഉപയോഗിക്കുന്ന വണ്ടികൾ കൈയൊന്നും എടുക്കരുത്. എനിക്കതേ പറയാനുള്ളൂ. ഹൈ സ്പീഡിൽ ഉപയോഗിച്ച വണ്ടിയാണ്, ആ വണ്ടി എന്തായാലും സ്മൂത്ത് റൈഡിങ് ആ വണ്ടി പ്രൊവൈഡ് ചെയ്യില്ല. അപ്പൊ ഈ ഒരു വണ്ടി എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഓണർ വണ്ടിയാണ്. ഫസ്റ്റ് ഓണറിന് എപ്പോഴും ഈ വണ്ടി ഉപയോഗിക്കുന്നത്. പുള്ളിക്കാരെങ്കിൽ ഒരു 50-60ന്റെ മുകളിൽ 70ന്റെ മുകളിൽ വണ്ടി ഓടിച്ചില്ല. അതൊക്കെ ഇങ്ങനെ പോലെ കാര്യങ്ങളിലൊക്കെ ഇങ്ങനെ കൊടുക്കുന്നല്ലാതെ ഞാൻ കണ്ടിട്ടുള്ളത് എന്റെ ഒരു അനുഭവത്തിൽ അങ്ങനെയാണ് ഞാൻ കണ്ടിട്ടുള്ളത്, അങ്ങനെയാണ്. അപ്പൊ ഈ ഒരു വണ്ടി ഇപ്പൊ ഞങ്ങൾ നോക്കാം, മീറ്റർ വർക്ക് ചെയ്യുന്നില്ല, ഹെഡ്ലൈറ്റ്, ഇൻഡിക്കേറ്റർ, മറ്റേ കാര്യങ്ങൾക്ക് മീറ്റർ നോക്കില്ല, വേണ്ട, അതാണ് മീറ്റർ ഒന്നും നോക്കണ്ട. അപ്പൊ ചില ആളെ കിലോമീറ്റർ നോക്കി വണ്ടി എടുക്കുന്ന ആളുകളുണ്ട്. അപ്പൊ എപ്പോഴും ബുള്ളറ്റിന്റെ എഞ്ചിൻ ഓക്കെ ആണോ, പിന്നെ ഇതിന്റെ പ്രത്യേക പഞ്ചിന്റെ എഞ്ചിൻ ഓക്കെ ആണോ വണ്ടി എടുത്തോളൂ കേട്ടോ. അതിപ്പോ സർവീസ് റെക്കോർഡ് ഇന്നത്തെ കാലത്ത് ഞാൻ പറഞ്ഞിറങ്ങാം. ഓയിൽ ചേഞ്ച് ചെയ്യാൻ മാത്രം സർവീസ് സെന്റർ ചെയ്യാൻ വേണ്ടി മാത്രം സർവീസ് സെന്ററിൽ കയറ്റും. ബാക്കി മേജർ വർക്ക് എന്തോ വന്നു കഴിഞ്ഞാൽ തന്നെ ആക്സിഡന്റ് എന്തുണ്ടോ സർവീസ് സെന്ററിൽ കേട്ടാൽ ഇഷ്ടമൊന്നും അവിടെ കാണൂല. ഏതൊരു വണ്ടി സർവീസ് ഹിസ്റ്ററി ഒക്കെ നോക്കിയിട്ട് ഇന്നത്തെ കാലത്ത് വണ്ടി എടുക്കാന്ന് പറഞ്ഞാൽ ശരിക്കും മണ്ടത്തരാണെന്ന് തന്നെ പറയാം. ഒരു പരിധി വരെ കേട്ടോ, എല്ലാം ഞാൻ പറയുന്നില്ല, ഒരു പരിധി വരെ നല്ല വണ്ടികൾ ഉണ്ടാവും. പക്ഷെ മിക്കവാറും പിന്നെ എല്ലാവരും എല്ലാ കാര്യങ്ങളും പഠിച്ചു, എല്ലാ തട്ടിപ്പും കാര്യങ്ങളും ഒരു വണ്ടി വിൽക്കാൻ വേണ്ടി സർവീസ് ഹിസ്റ്ററിയിൽ കയറാതെ എങ്ങനെ ചെയ്യാമെന്നോ ഇപ്പൊ എല്ലാവരും പഠിച്ചു, എല്ലാവരും ചെയ്യുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് സർവീസ് ഹിസ്റ്ററി നോക്കണം. നിങ്ങൾ വണ്ടി ഓക്കെയാണ്, ആക്സിഡന്റ് ആവാത്ത വണ്ടിയാണ് അങ്ങെടുത്തത്. അപ്പൊ കുറഞ്ഞ വിലക്ക് വണ്ടി എടുക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് എന്തുകൊണ്ട് ചോദിച്ച വണ്ടിയാണ് UC ഫസ്റ്റ് വരുന്ന BS3 സ്റ്റാൻഡേർഡ് വണ്ടി. നമുക്ക് താരതമ്യേന വില കുറവ് കിട്ടാനുള്ള സാധ്യത. ഇപ്പൊ ക്ലാസിക് കുഴപ്പമൊന്നുമില്ല, ക്ലാസിക്കിൽ ഈ പഞ്ച് കിട്ടൂല എന്നുള്ളതാണ്. അതായത് നമ്മൾ ബുള്ളറ്റ് ഓടിക്കുന്ന പഴയ ബുള്ളറ്റ് ഓടിക്കുന്ന എന്താണ് ബുള്ളറ്റ് എന്നുള്ള ആ ഒരു ഫീല് കിട്ടണം എന്നുണ്ടെങ്കിൽ ശരിക്കും ആ ഒരു സ്റ്റാൻഡേർഡ് വണ്ടി തന്നെ വേണം നമുക്ക്. ആ ഓടിക്കുന്ന ആ ഒരു എഫക്റ്റ് കിട്ടണമെങ്കിൽ. അല്ല സെൽഫ് സ്റ്റാർട്ട് കാല് വേദനയുള്ള ആളുകൾ പിന്നെ സെൽഫ് സ്റ്റാർട്ട് കൂടിയ തീർന്ന സെൽഫ് സ്റ്റാർട്ട് ക്ലാസിക് എടുക്കാവുന്ന പറ്റ മോശം എന്നല്ല പറയുന്നത്. ബുള്ളറ്റ് എന്ന ഒരു ക്രാങ്ക് വെയിറ്റ് 10.5 ക്രാങ്ക് വെയിറ്റ് ആയിട്ട് ലോ ആൻഡ് ടോർക്ക് നല്ല രീതിയിൽ നമുക്ക് പ്രദാനം ചെയ്യുന്ന ഒരു വണ്ടിയാണ് സ്റ്റാൻഡേർഡ് വണ്ടി. അപ്പൊ ഈ വണ്ടി കൂടിയ നല്ല സുഖം. സത്യം പറഞ്ഞ സ്റ്റോക്കിൽ ഒരുപാട് CNG വണ്ടികൾ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ അതിനോട് കിടപിടിക്കുന്ന രീതിയിലുള്ള ഒരു പെർഫോമൻസ് ആണ് ഇപ്പൊ ഈ വണ്ടി എനിക്ക് തരുന്നത്. ഞാൻ വെറുതെ പറയുന്നതല്ല. അപ്പൊ നിങ്ങൾക്ക് കുറഞ്ഞ വിലക്ക് ഒരു 50,000-60,000 ആ റേഞ്ചിലൊക്കെ വണ്ടി എന്തായാലും സുഖമായിട്ട് വണ്ടി കിട്ടും. 50ന്റെ ചോടെ 40-45 റേഞ്ചിലൊക്കെ ചിലപ്പോൾ വണ്ടി കിട്ടും കേട്ടോ.
സി വണ്ടികളൊക്കെ 40 രൂപ വണ്ടി കിട്ടുന്നുണ്ട്, 35-40 കിട്ടുന്ന വണ്ടികളുണ്ട്. അപ്പൊ നിങ്ങൾ ആ വണ്ടിന്റെ വല്ലാതെ ചിലർക്ക് ഫസ്റ്റ് കണ്ടു കഴിഞ്ഞാൽ പെട്ടെന്ന് കണ്ട് ഇംപ്രഷൻ തോന്നുന്ന വണ്ടികൾ ഇടാം നമുക്ക്. ഇതൊക്കെ കട്ട വണ്ടിയാണല്ലോ, ആ ഒരു സുഖമല്ല കാണാൻ. അങ്ങനത്തെ വണ്ടി ജസ്റ്റ് ഒന്ന് ഓടിച്ചു നോക്കണം. കാരണം ചില ആളുകൾ കോസ്മെറ്റിക്കലായിട്ട് ചില കാര്യങ്ങൾ ശ്രദ്ധിക്കാത്ത ആളുകളുണ്ട്. എഞ്ചിൻ ഓയിലും കാര്യങ്ങളും മാത്രം മാറ്റിയിട്ട് കൊണ്ടെടുക്കും. ബാക്കി കോസ്മെറ്റിക് വണ്ടിയുടെ ഭംഗിക്ക് പ്രധാനം കൂടുതൽ കംഫർട്ട് നോക്കി അതിങ്ങനെ കൊണ്ടെടുക്കുന്ന ആളുകളുണ്ട്. അപ്പൊ ആ ഒരു വണ്ടികൾ എടുത്ത് നോക്കി കഴിഞ്ഞാൽ വണ്ടി അടിപൊളി വണ്ടിയായിരിക്കും, യാതൊരു സംശയമില്ല. അപ്പൊ ഞാൻ എന്റെ ഒരു എക്സ്പീരിയൻസിൽ കഴിഞ്ഞ വീക്കിൽ ട്രാൻഡ്രത്ത് കൂടി ഒരു വണ്ടി എടുത്തു. ഒരു ഫിയറ്റ് ലിനിയ ഡിജറ്റ് വണ്ടിയാണ്, ടർബോ വണ്ടിയാണ്. വണ്ടി കണ്ട ഒരു മനുഷ്യനെടുക്കൂല, ആ ഒരു രീതിയിലുള്ള വണ്ടി. അപ്പൊ ഓൾറെഡി ഒരു ടിജറ്റ് വണ്ടി എന്റെ അടുത്തുള്ളൂ, ടർബോ പെട്രോൾ വണ്ടി ടിജറ്റ് വണ്ടി എന്റെ അടുത്തുള്ളത് കൊണ്ട് ഞാൻ വണ്ടി സിംഗിൾ ഓണറാണ് വണ്ടി. സിംഗിൾ ഓണർ വണ്ടി എടുത്തു, ഞാൻ ഓടിച്ചു നോക്കി. ഓടിച്ചപ്പോ ആ വണ്ടി കൈവിടൂല. എന്തൊക്കെ ബോഡി മൊത്തത്തിലും ഇല്ലെങ്കിലും കൂടെ ആ വണ്ടി കൈവിടാൻ തോന്നില്ല, അത്രയ്ക്ക് സ്മൂത്ത് പെർഫോമൻസ് വണ്ടിയാണ്. പുള്ളിക്കാരുടെ സർവീസ് ഓക്കെ ആയിരുന്നു, എല്ലാ കാര്യങ്ങളും കറക്റ്റായിട്ട് മെയിൻ ചെയ്തുകൊണ്ട് കോസ്മെറ്റിക്സ് കാര്യങ്ങൾ മാത്രം ശ്രദ്ധിച്ചില്ല. അപ്പൊ അങ്ങനെയുള്ള ആളുകളുണ്ട് നമ്മുടെ ഇടയിലൊക്കെ. അപ്പൊ ചില വണ്ടികൾ എടുക്കുമ്പോൾ പിന്നെ നമുക്ക് പെട്ടെന്ന് ഇംപ്രഷൻ തോന്നുന്ന വണ്ടി പെയിന്റ് ഒക്കെ അടിച്ച് വൃത്തിയായിരുന്നു ആ വണ്ടി ചിലപ്പോൾ ഓടിക്കാൻ ഒരു സുഖം ഉണ്ടാവില്ല. അങ്ങനെ സംഭവിക്കാറുണ്ട്. അതൊക്കെ ഒരു വിൽപ്പനച്ചരക്കായിട്ട് കൊണ്ടുനടക്കുന്ന സാധനങ്ങളുണ്ട്. അപ്പൊ അങ്ങനത്തെ വണ്ടികൾ എടുത്തു പോയി നമ്മൾ ഓടിക്കാൻ ഒരു സുഖം ഉണ്ടാവില്ല. പല കീടനായിട്ട് പല കംപ്ലൈൻസും മറ്റേ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഈ വണ്ടി നിലവിൽ നിങ്ങൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ, ഞാനിപ്പോ എല്ലാ വണ്ടിയും അങ്ങനെയാണ് എന്ന് ഞാൻ പറയുന്നില്ല. അപ്പം മിക്കവാറും വണ്ടികൾ നമ്മൾ വൃത്തിയില്ല എന്നുകൊണ്ട് ഒഴിവാക്കേണ്ട കാര്യമൊന്നുമില്ല. നിങ്ങൾ ധൈര്യമായിട്ട് പോയ വണ്ടി ഒന്ന് ഓടിച്ചു നോക്കുക. ഓടിച്ചു നോക്കി കംഫർട്ട് ആണോ, ലോന്റെ ടോർക്ക് 40 ചോടൊക്കെ സ്മൂത്ത് ആയിട്ട് വണ്ടി ഓടുന്നുണ്ട്, ആക്സിഡന്റ് ഫ്രീ ആണോ വണ്ടി, അങ്ങ് എടുക്കുക കേട്ടോ. ചെറിയ വില കൊടുത്ത് വണ്ടി എടുക്കുക. പിന്നെ നിങ്ങൾക്ക് ആ ബുള്ളറ്റ് എടുക്കുകയാണെന്ന് ആഗ്രഹം അവിടെ തീരും. അത് ചെറിയ വിലക്ക് ബുള്ളറ്റ് കിട്ടിയില്ല. പിന്നെ നിങ്ങൾ പൈസ ഉള്ളതനുസരിച്ച് ചെറിയ രീതിയിൽ ഓരോ വർക്കൊക്കെ എടുപ്പിച്ചിട്ട് ഇങ്ങനെ കൊണ്ടുവരും. വർക്ക് വണ്ടി ഓടുകയാണെന്നുണ്ടെങ്കിൽ വേറെ വർക്കൊന്നും എന്റെ മുകളിൽ ഉണ്ടാവില്ല. പിന്നെ ഓയിലൊക്കെ ഒന്ന് മാറ്റി ഇങ്ങനെ കൊണ്ടെടുക്കുക. പിന്നെ ഞങ്ങൾക്ക് സാമ്പത്തികം അനുവദിക്കുന്ന സമയത്ത് ഓരോ കാര്യങ്ങൾ വൃത്തിയാക്കി കൊണ്ടുവരും. ചെറിയ രീതിയിൽ പെയിന്റിംഗ് ഒക്കെ പല രീതിയിൽ മീഡിയം രീതിയിൽ ചെയ്യുന്ന ആളുകൾ, അത്യാവശ്യം ചെറിയ വൃത്തിയൊക്കെ ചെറിയ രീതിയിലൊക്കെ പെയിന്റ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. പ്രീമിയം ലെവലിലൊന്നും വേണ്ടാവുന്ന ആളുകൾക്ക് പിന്നെ അത്യാവശ്യം ഒരു ആവറേജ് വൃത്തിയൊക്കെ ആക്കിയിട്ട് ചെറിയ വിലക്ക് പെയിന്റിങ് ചെയ്ത് കൊണ്ടെടുക്കാൻ പറ്റും വണ്ടി. അപ്പൊ നിങ്ങൾക്ക് ആ ഒരു എന്നോട് ഒരുപാട് ആളുകൾ ആഗ്രഹിക്കുന്ന തുടക്കക്കാരാണ്, ബുള്ളറ്റ് എടുക്കാൻ പറ്റുമെന്നൊക്കെ ചോദിക്കാറുണ്ട്. തുടക്കക്കാർക്ക് എന്താ ബുള്ളറ്റിന് ഒരു കൊമ്പില്ല, ആർക്കും എടുത്ത് ഉപയോഗിക്കാം കേട്ടോ. ബുള്ളറ്റ് എന്ന് പറഞ്ഞാൽ അത്ര വലിയൊരു സംഭവമൊന്നുമല്ല. നമുക്ക് ദൂരെ നിന്ന് കാണുമ്പോൾ വലിയൊരു ഇത് തോന്നും ബുള്ളറ്റൊക്കെ ഓടിക്കാൻ പറ്റും. ബുള്ളറ്റ് ആർക്കും ഓടിക്കാം. അത് ധൈര്യം, നമുക്ക് ഇതൊരു വലിയൊരു സംഭവമാണെന്ന് വിചാരിച്ച് ഇതിന്റെ മുകളിൽ കയറിക്കുമ്പോഴാണ് ഒരു ഭയവും പേടിയൊക്കെ ഉണ്ട്. അതൊന്നുമല്ല, സാധാരണ സ്പ്ലെൻഡർ ഓടിക്കാൻ ലാഭത്തോടെ ഓടിക്കാൻ പറ്റിയ വണ്ടി തന്നെയാണ് ഇപ്പോഴത്തെ UC സ്റ്റാൻഡേർഡ് വണ്ടി. അപ്പൊ അതുകൊണ്ട് ആർക്കും തുടക്കക്കാർക്കാണല്ലോ ആർക്കാണ് ധൈര്യത്തിലും കേട്ടി ഓടിച്ചോളൂ. പിന്നെ കുറച്ച് വെയിറ്റ് ഉണ്ട്, ആ ഒരു കാര്യം ശ്രദ്ധിക്കണം. വണ്ടി ഓടിക്കുന്ന സമയത്ത് താങ്ങി വല്ലാതെ ഒന്ന് വണ്ടി ചെറിയ താങ്ങി നിർത്താൻ ശ്രമിക്കരുത്. വണ്ടിയും കിട്ടേക്ക് കേട്ടോ. വണ്ടി നമുക്ക് പിന്നെ ഉണ്ടാക്കാം. കയ്യോ കാലം പോയി കഴിഞ്ഞാൽ നമുക്ക് പിന്നെ പൈസ ഉണ്ടാക്കാൻ കഴിയില്ല. പൈസന്റെ വണ്ടി ഉണ്ടാക്കുക. അതുകൊണ്ട് താങ്ങി നിർത്താൻ ശ്രമിക്കരുത്. ചെറിയ സമയത്ത് വണ്ടിയിൽ പൊക്കാൻ നോക്കരുത്, അവിടെ ഇട്ടേക്കുക, കാലം ഒഴിവാക്കി ഇട്ടേക്കുക. താങ്ങാൻ പറ്റാത്തവർക്ക് കേട്ടോ ഞാൻ പറയുന്നത്, അങ്ങോട്ട് ഊരിയും കൈയും കാലും കളയണ്ടല്ലോ. അപ്പൊ ഞാൻ ഈ കുറഞ്ഞ വിലക്ക് വണ്ടി എടുക്കുന്നവർ ധൈര്യമായിട്ട് ഇങ്ങനത്തെ വണ്ടികൾ, പഴയ വണ്ടികൾ, BS3 വണ്ടികൾ, വൃത്തി കുറച്ച് കുറഞ്ഞോട്ടെ. നമുക്ക് വൃത്തി കുറഞ്ഞാലും നിങ്ങൾ അവിടെ നിങ്ങൾക്ക് തന്നെ വൃത്തിയാക്കി എടുക്കാവുന്നുള്ളൂ. ആ ബഫിംഗ് പാർട്സ് ഒക്കെ കുറച്ച് NC റബിയൊക്കെ വാങ്ങി കുറച്ച് വൃത്തിയാക്കി, അത്യാവശ്യം എഞ്ചിന്റെ ഭാഗങ്ങളൊക്കെ ചെറിയ സ്പ്രേ ഒക്കെ വാങ്ങിയിട്ട് പറയുന്ന ടച്ച് സ്പ്രേ ഒക്കെ ഇട്ട് അത്യാവശ്യം വൃത്തി വേണ്ട ആളുകൾക്ക് ഇനി വല്ല 2000, 5000, 6000, 7000, 8000 പെയിന്റ് അടിച്ചിട്ട് നമുക്ക് പിന്നെ തരുന്ന ആളുകളുണ്ട്. ഫുള്ള് ഡിസ്മാൻഡിൽ ചെയ്യാതെ പുറമെ മാത്രം വൃത്തിയാക്കി പെയിന്റ് അടിക്കുന്ന ആളുകളുണ്ട്. അങ്ങനത്തെ ഒക്കെ കുറഞ്ഞ ഏത് റേഞ്ചിലുള്ള വർക്കേഴ്സും നമ്മൾ നാട്ടിൽ അവൈലബിൾ ആണ്. അപ്പൊ നിങ്ങൾക്ക് ഞാൻ പറയുന്നു, ഇപ്പൊ വീണ്ടും ഞാൻ പറയാൻ, എനിക്കിതൊക്കെ പറയാനുള്ള കാരണം ഞാൻ സ്ക്രിപ്റ്റ് അല്ലാട്ടെ, എനിക്ക് അപ്പൊ ഈ തോന്നുന്ന കാര്യങ്ങൾ ഓരോന്ന് പറയുന്നത് നിങ്ങൾക്ക് ബോറടിപ്പിക്കുന്നത് ക്ഷമിക്കണം. അപ്പൊ ഞാൻ സ്ക്രിപ്റ്റഡ് ആയിട്ടില്ലല്ലോ, എനിക്ക് ഒരുപാട് കാരണം നൂറുകണക്കിന് മെസ്സേജും മറ്റേ കാര്യങ്ങളും കോളും വരുന്നത് കൊണ്ട് തന്നെ പല ആളുകൾക്ക് മറുപടി കറക്റ്റ് സത്യം പറഞ്ഞ കോൾ എടുക്കാൻ തന്നെ കഴിയുന്നില്ല. ഒന്നാമത് വർക്കിന്റെ തിരക്കിലാണ് ഞാൻ. അപ്പൊ എനിക്ക് എന്റേതായ വർക്ക് ഉണ്ട്, എന്റെ ജീവിതമാർഗമാണ് ഞാൻ എന്റെ വർക്ക് എന്നുള്ളത്. അപ്പൊ അതിന്റെ ഇടയിൽ വർക്ക് എടുത്തു കഴിഞ്ഞാൽ എനിക്ക് പിന്നെ ഫോൺ എടുത്ത് സംസാരിച്ച് കഴിഞ്ഞാൽ എനിക്ക് എന്റെ വർക്ക് നടക്കൂല. അതുകൊണ്ട് വേറൊന്നുമില്ല, കയ്യിൽ നിന്ന് ഞാൻ ആൻസർ തരാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾ ഇപ്പൊ പല ആളുകൾക്കുള്ള ഒരു കമന്റിന് പിന്നെ സംശയങ്ങളും മറുപടിയാണ്. പഴയ വണ്ടി ധൈര്യമായിട്ട് നല്ല ഓടിക്കാൻ സുഖമുണ്ടോ സുഹൃത്തുക്കളെ, വണ്ടി എടുത്തോളൂ, ഒന്നും നോക്കാനില്ല. ബുള്ളറ്റിന് കൊമ്പൊന്നുമില്ല. ബുള്ളറ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങളെ വല്ലാതെ പണി ഒന്ന് പേടിപ്പിച്ച് പിന്നെ പൈസ വർക്ക് എടുത്തിട്ട് ഒരുപാട് ആൾക്കാർ അനാവശ്യമായിട്ട് ലേബർ കോസ്റ്റ് ഒക്കെ വാങ്ങിയിട്ട് ആളുകളെ കൊല്ലുന്ന ആളുകൾ ഉണ്ടെന്നുള്ളത് എനിക്ക് മനസ്സിലായി. കാരണം പേഴ്സണലായിട്ട് ഒരുപാട് ആളുകൾക്ക് മെസ്സേജ് ചെയ്ത് ബില്ല് അയച്ചെന്ന് പറയാം, സർവീസ് കോസ്റ്റ് അയച്ചെന്ന്, എന്റെ പണിയൊരു ഇത്ര പൈസ അയച്ചെന്നൊക്കെ പറയുന്നു. ആവശ്യമില്ലാതെ എഞ്ചിൻ അയച്ചു അതിനുള്ള സകല സാധനം മാറ്റാൻ വന്നു കഴിഞ്ഞാൽ എഞ്ചിന് വഴി ബുള്ളറ്റിന്റെ പകുതിയല്ലാവും. അപ്പൊ അവർക്ക് മനസ്സിലാക്കാം
ഇതൊക്കെ കൂടിയിട്ടാണ് 1.5-2 ലക്ഷം റുപ്യ ആവുന്നത്. അപ്പൊ വണ്ടിന് എഞ്ചിൻ അയച്ചു കഴിഞ്ഞാൽ ആവശ്യമുള്ള സംഗതികൾ മാത്രം ഓവർ സൈലന്റ് ആക്കാനുള്ള ലാഭത്തോടു കൂടി ഉദ്ദേശത്തോടു കൂടി സകല സാധനന്മാർ ഇൻഡസ്ട്രിയിൽ കൊണ്ട് സകല സാധനം ടൈറ്റ് ആക്കി വണ്ടി ഫുള്ളായിട്ട് സൈലന്റ് ആക്കിയിട്ട് വണ്ടി ഓവർ ആയിട്ട് 50 കിലോമീറ്റർ 100 കിലോമീറ്റർ വണ്ടി ഓവർ ആക്കി അവിടെ വന്ന് പെർഫോമൻസ് മാറി ഒക്കെ ഒരുപാട് പ്രശ്നങ്ങളാണ് കണ്ടുവരുന്നത്. അതുകൊണ്ട് ആവശ്യം എന്താണ്, വല്ലാതെ എഞ്ചിനുള്ള സൗണ്ട് ക്രാങ്കിന്റെ സൗണ്ട് ഒക്കെ ഉണ്ടെങ്കിൽ മാത്രം നോക്കിയാൽ മതി. പിന്നെ അതേപോലെ ടൈപ്പറ്റ് നോയ്സ് എന്ന് പറഞ്ഞാൽ ടൈപ്പറ്റ് നിങ്ങൾക്ക് വണ്ടിക്ക് പിന്നെ പിക്കപ്പ് കുറവുണ്ടെങ്കിൽ, അതായത് മൈലേജ് കുറവ് അല്ല വണ്ടിക്ക് വലിയ കുറവുണ്ടെങ്കിൽ ടൈപ്പറ്റ് ഫ്രീ ആയിരിക്കാം. ആ ടൈപ്പറ്റ് ഫ്രീ ആണെങ്കിൽ ആ ടൈപ്പറ്റ് ഫ്രീ ആയിട്ട് ബന്ധപ്പെട്ട വർക്കുകൾ മാത്രം എടുക്കുക. ഇതൊന്നും എനിക്ക് അധികം ഒന്നും പറയാനില്ല, ഓരോരുത്തർ എടുക്കുന്ന വർക്ക് എടുക്കുന്ന രീതി വ്യത്യസ്തമായിരിക്കും. എന്നാലും ഒരു യഥാർത്ഥ രീതിയിൽ പണിയെടുക്കുന്ന ഒരു വർക്ക്ഷോപ്പിൽ കൊണ്ടുപോയി ഞങ്ങളെ കൊല്ലൊന്നുമില്ല. അത്ര ഒരു വലിയ ഒരു സംഭവമായിട്ട് പിന്നെ മെയിൻ്റെനൻസ് വരുന്ന വണ്ടിയൊന്നും അല്ല ബുള്ളറ്റ് കേട്ടോ. പിന്നെ നമ്മൾ അനാവശ്യമായിട്ട് ചെറിയ ശബ്ദം കേൾക്കുമ്പോൾ വർക്ക്ഷോപ്പ് കൊണ്ടുപോകുക, അല്ലെങ്കിൽ അവിടെ കേൾക്കുമ്പോൾ വർക്ക്ഷോപ്പ് കൊണ്ടുപോകുക. അതാണ് അത് വർക്ക്ഷോപ്പ് കിട്ടിക്കഴിഞ്ഞാൽ ചില വർക്ക്ഷോപ്പുകാർ കിട്ടിക്കഴിഞ്ഞാൽ ചെറിയ വർക്കിന് വേണ്ടി കീശ കീറുന്ന രീതിയിൽ തരും. അത് ഇപ്പൊ നമുക്ക് ആർക്കും തിരുത്താൻ കഴിയില്ല. സൊസൈറ്റി അങ്ങനെ ആയിപ്പോയി. മിക്കവാറും ആളുകൾ അങ്ങനെ പഠിച്ച ആളുകൾ അങ്ങനെ ചെയ്യുള്ളൂ. അപ്പൊ അവർ ചെറിയ വർക്ക് വേണ്ടി സകലത് അയച്ചിട്ട് സകല കാര്യങ്ങളും അയച്ച് ബില്ലാക്കി തരാം. അങ്ങനെയുള്ള ആളുകൾ ഇല്ല എന്നല്ല, കഴിയുന്ന അങ്ങനെ ആളുകൾ ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനെ പൈസ ഉണ്ടാക്കി കഴിഞ്ഞാൽ പൈസ ഒരു ഉപകാരം പ്രതാവില്ല എന്ന് എല്ലാവർക്കും അറിയുന്ന സംഗതി തന്നെയാണ്. അപ്പൊ അങ്ങനെയുള്ള ആളുകളിൽ വിട്ടു നിൽക്കുക. അപ്പൊ ഞാൻ പറയുന്നത് ആവശ്യമുള്ള അത്യാവശ്യമുള്ള വർക്കുകൾ വണ്ടി ഓടും എന്നുണ്ടെങ്കിൽ എഞ്ചിന്റെ ക്രാങ്കിന്റെ നോയ്സ് കാര്യങ്ങളൊന്നുമില്ല. പിന്നെ ഓയിൽ മാറ്റി കൊടുക്കുക. വല്ലാതെ സൈലന്റ് ആക്കണം എന്ന് പറഞ്ഞാൽ വർക്ക്ഷോപ്പിന്റെ ബാക്ക് പോയി കഴിഞ്ഞാൽ ഞങ്ങളെ പിന്നെ കീശ കാലിയാവും. പിന്നെ ചില വണ്ടികൾ നല്ല സൈലന്റ് ഉണ്ടാവും, ചില വണ്ടി കുറച്ചൊരു ശബ്ദം കാണിക്കുക. അത് നിങ്ങൾ മൈൻഡ് ചെയ്യണ്ട. അപ്പൊ അത് സൈലന്റ് ആക്കാൻ വേണ്ടി കൊണ്ടുനടക്കണ്ട. അപ്പൊ അത് നിങ്ങൾ വണ്ടി നല്ല രീതിയിൽ അങ്ങ് പെട്രോൾ അയച്ചങ്ങ് ഓടിക്കാനുള്ള സുഖമാണ് ബുള്ളറ്റിന് വേണ്ടത്. അപ്പൊ സ്പീഡ്, അതായത് പിക്കപ്പ് കുറവുണ്ടെങ്കിൽ ടൈപ്പറ്റ് ഫ്രീ ആയിരിക്കാം. ഹൈഡ്രോളിക് ലിഫ്റ്റർ ഫ്രീ ആണ് സമയത്താണ്. വാൽവ് ശരിയായി ഇതിൽ ഓപ്പൺ ചെയ്യാത്ത സമയത്താണ് പിക്കപ്പ് കുറവ് വരുന്നത്. ആ സമയങ്ങളിൽ ഒന്ന് നോക്കണം ഹൈഡ്രോളിക് ഫ്രീ ആണോ എന്നുള്ളത് നോക്കുക. അതൊക്കെ നല്ല ഏബിൾ ആയിട്ടുള്ള വർക്ക്ഷോപ്പും ഒരുപാട് ആളുകൾ നല്ലൊരു സത്യസന്ധമായിട്ട് വർക്ക് എടുക്കുന്ന ആളുകളുണ്ട്. അവരെടുത്ത് കൊണ്ടുപോയിട്ട് കാര്യങ്ങൾ നോക്കുക. ആവശ്യം ഉണ്ടെങ്കിൽ മാത്രം ചെയ്യാം. അല്ലാതെ ഒന്ന് സാധാരണ ഇതിൽ എൻജിയോയിൽ മാറ്റി ബ്രേക്സ് മാറ്റി കേബിൾ മാറ്റി ഓടുന്ന സംഗതി ബുള്ളറ്റ് ഉള്ളോട്ടോ. ഇപ്പം അത് നിങ്ങൾ മനസ്സിലാക്കുക. ഓയിൽ കറക്റ്റ് സമയത്ത് മാറണം. ഓയിലിന്റെ സ്ട്രൈനർ കംപ്ലീറ്റ് അയച്ചിട്ട് മാറ്റണം. ഓയിൽ അങ്ങ് ഒഴിച്ചാൽ പോരാ, അടിയിലുള്ള സ്ട്രൈനർ അയച്ചിട്ട് ഓയിൽ ഫിൽറ്ററും കറക്റ്റ് ആയിട്ട് മാറ്റുക. എന്നാൽ വണ്ടി അങ്ങ് ഓടിക്കും. അപ്പൊ ഈ ഒരു വണ്ടി CI എഞ്ചിൻ എന്ന വണ്ടിന്റെ പഴയ വണ്ടിന്റെ അതേ അനുഭൂതി തരുന്ന അതേ യാത്രാസുഖം തരുന്ന ഒരു വണ്ടിയാണ്. CI എഞ്ചിന് വരെ അത്ര സൈലന്റ് ആയിരിക്കില്ല. ഒന്നാമത് ഹൈഡ്രോളിക് ടാപ്പറ്റ് വരുന്നതുകൊണ്ട് തന്നെ അത്ര സൈലന്റ് ആയിട്ട് വണ്ടി ഉണ്ടാവില്ല. ചില വണ്ടികൾ നല്ല സൈലന്റ് ഉണ്ടാവാം, എന്നാലും ഓട്ടോ ഡീകംപ്രഷൻ വരുന്നുണ്ട്. പിന്നെ ഹൈഡ്രോളിക് ടാപ്പറ്റ് വരുന്നുണ്ട് തന്നെ ചില സമയത്ത് വണ്ടി ശബ്ദം കാണിക്കും. ഓയിലിന്റെ പ്രഷർ വെച്ച് കുറച്ച് കുറഞ്ഞാലൊക്കെ ശബ്ദം കാണിക്കാറുണ്ട്. CI എഞ്ചിൻ അത്ര സൈലന്റ് ആയിരിക്കും. ചില വണ്ടി സൈലന്റ് ആയും ചെയ്യും കേട്ടോ. സൈലന്റ് ആക്കാൻ പറ്റും ഈ വണ്ടി, പക്ഷെ സൈലന്റ് ആക്കരുത് എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. സൈലന്റ് ആക്കി കഴിഞ്ഞാൽ ലോങ് റണ്ണിങ് കഴിയില്ല. അപ്പൊ അത് ആദ്യം മനസ്സിലാക്കുക. അപ്പം അതുകൊണ്ട് എനിക്ക് പറയാനുള്ള ലോ റേറ്റിൽ ഒരു 50,000, 40,000, 35,000, ഒരു 60,000 ചോടൊക്കെ നല്ല വണ്ടികൾ നിങ്ങൾക്ക് മാർക്കറ്റിൽ കിട്ടും. ആ വണ്ടികൾ നോക്കി വൃത്തി നോക്കണ്ട. വൃത്തി നിങ്ങൾ ആക്കിക്കോളൂ. വൃത്തി നമുക്ക് ആക്കാൻ പറ്റി തന്നെയാണ് വൃത്തി. നമ്മളെ പൈസ ഉണ്ടെങ്കിൽ ബുള്ളറ്റ് വാങ്ങിക്കുകയാണല്ലോ. അതല്ലാതെ ഒരു 1 ലക്ഷം, 1.5 ലക്ഷം, 2 ലക്ഷം, 50,000 രൂപ ലോണും കൊടുത്തു, അല്ല 1 ലക്ഷം 10-20 കൈ കൊടുത്തിട്ട് 1.5 ലക്ഷം രൂപ 2 ലക്ഷം രൂപയ്ക്ക് വണ്ടിക്ക് 1.60, 1.30 പറഞ്ഞിട്ട് ലോൺ കിട്ടി. അതിന് വേണ്ടമാന ലോൺ അടിച്ച് പലിശ 20%, 15% പലിശ വാങ്ങി ആ ലോൺ അടിച്ച് നമുക്ക് തീരുമില്ല. വണ്ടിന്റെ മെയിൻ്റെനൻസ് ആയിട്ട് ചെയ്യാനും കഴിയാത്ത അവസ്ഥ വരും. ഒരു വണ്ടി BS3 വണ്ടി ആഗ്രഹമില്ല അവള്, അല്ലെങ്കിൽ BS3 വണ്ടി ഇലക്ട്ര കിടക്കുന്നുണ്ട്. അത്യാവശ്യം വില കുറവായിരിക്കും, നല്ല വണ്ടിയാണ്. ആ വീഡിയോ വേണം ഇനി ഒന്നുകൂടി ചെയ്ത് കാണിച്ചു തരാം. BS3 സ്റ്റാൻഡേർഡ് കിടക്കുന്നുണ്ട്, താരതമ്യേന വില കുറവായിരിക്കും. വൃത്തി ഇല്ലാത്തതിനെ വില കുറച്ച് കിട്ടുള്ളൂ. വൃത്തി നിങ്ങൾക്ക് ആക്കാം കേട്ടോ. ആദ്യം വാങ്ങുക, വണ്ടി കയ്യിലാക്കുക, സാമ്പത്തികം അനുസരിച്ച് വൃത്തിയാക്കി കൊണ്ടുവരിക. വൃത്തിയില്ല വണ്ടികൾക്ക് നിങ്ങൾക്ക് 2 വണ്ടി വാങ്ങുന്ന വില അവർ വാങ്ങിക്കും. അതാണ് ഇപ്പോൾ മാർക്കറ്റ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാൻ എന്തൊക്കെ പറഞ്ഞു എനിക്ക് അറിയില്ല. എന്തായാലും അത്യാവശ്യം ഭാഗങ്ങൾ കവർ ചെയ്തു എനിക്ക് തോന്നുന്നു. അപ്പം അടുത്ത വീഡിയോയിൽ അടുത്തൊരു മാറ്റർ ആയിട്ട് വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്.